എല്ലാവർക്കും നമസ്കാരം. US-ലേക്കുള്ള ടൂറിസ്റ്റ് വിസയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ട ചില സുഹൃത്തുക്കൾ ഞങ്ങളും വിസ എടുക്കുന്നതിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടുതലായിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ പറയാവോ എന്ന് ചോദിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ. ആദ്യമേ പറയട്ടെ, ഞാനീ പറയുന്നതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളോ എൻ്റെ അനുഭവങ്ങളോ ആണ്. ഇതിനപ്പുറവും ഇപ്പുറവും കാര്യങ്ങളുണ്ട്, ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ഞാനീ പറയുന്നത് 2024 ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് ആയിട്ട് മാത്രം എടുക്കുക. ഇതിൻ്റെ മറ്റു വശങ്ങളൊക്കെ കൂടുതൽ US-ൻ്റെ സൈറ്റിൽ നിന്നും സമയാസമയങ്ങളിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. ആദ്യമേ US വിസ. US ഗവൺമെൻറ് പല കാറ്റഗറിയിൽപ്പെട്ട വിസകൾ നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് ഡിപ്ലോമാറ്റ്സ് ആണെങ്കിൽ കാറ്റഗറി A, സ്റ്റുഡൻസ് ആണെങ്കിൽ കാറ്റഗറി F1. US എംപ്ലോയറുടെ ഇൻവിറ്റേഷൻ പ്രകാരം ഇവിടെ നിന്നും പ്രൊഫഷണൽസ് ആയിട്ട് പോകുന്ന എംപ്ലോയീസിന് H1B, ബിസിനസ് പർപ്പസിനോ ടൂറിസ്റ്റോ ഒക്കെ ആയിട്ട് പോകുന്നവർക്ക് B1, B2. അങ്ങനെ പലതരത്തിലുള്ള വിസകളുണ്ട്. നമ്മൾ എല്ലാ വിസയുടെയും കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ചർച്ച ചെയ്യാൻ പോകുന്നത് B1, B2 വിസയെക്കുറിച്ചാണ്. അതിൽ തന്നെ B1 ബിസിനസ്സുകാർക്ക്, ബിസിനസ് സംബന്ധമായിട്ട് പോകുന്നവർക്കാണ്. ബിസിനസ് കോൺഫറൻസിന്, ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ, അങ്ങനെയുള്ളവർക്കൊക്കെയാണ്. അതിലും നമ്മൾ പെടുന്നില്ല. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ടൂറിസ്റ്റുകളായിട്ട് പോകുന്നവർ B2 വിസയിലാണ് പോകുന്നത്. അപ്പൊ ഈ B2 വിസയിൽ വരുന്ന പ്രധാനപ്പെട്ട 3 കാറ്റഗറീസ് എന്ന് പറയുന്നത്, 3 ടൈപ്പ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്, ഒന്ന് ടൂറിസ്റ്റായി പോകുന്നവർ, മറ്റൊന്ന് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ പോകുന്നവർ, 3 ചികിത്സയ്ക്കായി പോകുന്നവർ. ഈ 3 തരത്തിലുള്ള കാറ്റഗറി ഈ B2 വിസയിൽ വരും. നമ്മളിവിടെ ടൂറിസ്റ്റായി പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലും സംസാരിക്കുന്നത്. ഈ B1, B2 വിസ ഒരു നോൺ ഇമ്മിഗ്രൻ്റ് വിസയാണ്. നോൺ ഇമ്മിഗ്രൻ്റ് വിസ എന്ന് പറഞ്ഞാൽ B1, B2 വിസയിൽ പോകുന്ന ഒരാൾക്ക് അവിടെ കുടിയേറ്റം അനുവദിക്കുന്നില്ല. ജോലി ചെയ്യാനോ കുടിയേറ്റത്തിനോ അനുമതിയില്ല. പോവുക, തിരിച്ചു വരിക, അതാണ് നോൺ ഇമ്മിഗ്രൻ്റ് വിസ. അതുകൊണ്ട് തന്നെ ഈ വിസയിൽ പോകുന്നവർക്ക്, B1, B2 വിസയിൽ പോകുന്നവർക്ക് അവിടെ പരമാവധി നിൽക്കാവുന്ന സമയം എന്ന് പറയുന്നത് 6 മാസമാണ്. 6 മാസം കഴിയുമ്പോൾ നിർബന്ധമായിട്ടും തിരിച്ച് പോരണം. മറ്റൊരു കാര്യം, ഈ B1, B2 വിസ നോർമലി അത് തരുന്നത് 10 വർഷ കാലാവധിക്കാണ്. 10 വർഷം കഴിഞ്ഞ് നമ്മൾ പുതുക്കിയാൽ മതി. അപ്പോൾ ഈ 10 വർഷത്തേക്ക് തരുന്ന ഒരു വിസ എന്നുള്ള അംഗീകാരം കൂടെ B1, B2 വിസയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ 10 വർഷം പോലെ നീണ്ട കാലയളവിലേക്ക് വിസകൾ കൊടുക്കുന്ന രാഷ്ട്രങ്ങൾ കുറവാണ് പൊതുവെ. കാനഡ ചില സമയങ്ങളിൽ ചിലർക്ക് 10 വർഷത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ അപ്ലൈ ചെയ്യുന്ന ആളുടെ പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റോ അല്ലെങ്കിൽ 10 വർഷമോ ഇതിലേതാണോ ആദ്യം വരുന്നത് അതുവരെയുള്ളൂ വിസ. ഇപ്പം 5 വർഷം കാലാവധിയുള്ള പാസ്പോർട്ടുമായിട്ട് ഒരാൾ അപ്ലൈ ചെയ്താൽ അയാൾക്ക് 5 വർഷത്തിനേ കിട്ടുള്ളൂ പരമാവധി. 10 വർഷം കിട്ടില്ല. അതേ സ്ഥാനത്ത് US വിസ 5 വർഷം കാലാവധിയുള്ള ഒരാൾ പാസ്പോർട്ട് അപ്ലൈ ചെയ്താലും 10 വർഷത്തിന് കിട്ടും. പുതിയ പാസ്പോർട്ടും ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് വാലിഡിറ്റിയോട് കൂടെ തന്നെ നമുക്ക് പോകാം. 10 വർഷത്തെ കാലാവധി നമുക്ക് പുതിയ പാസ്പോർട്ട് ഉപയോഗിച്ചും ചെയ്യാം. മറ്റൊന്ന്, ഈ B1, B2 വിസ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. മൾട്ടിപ്പിൾ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം, 6 മാസം വരെ അവിടെ നിൽക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും പോയിട്ടും വന്നിട്ട് ഇരിക്കാം. ഇത് എടുത്തു പറയേണ്ട കാര്യം, പല വിസകളും പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നൊക്കെയുള്ള പല വിസകളും സിംഗിൾ എൻട്രി വിസകളാണ്. സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പോകുന്നു, തിരിച്ചു വരുന്നു, ആ വിസ ക്യാൻസൽ ആവുന്നു, പിന്നെ ആദ്യം എടുക്കണം. അത് നോക്കുമ്പോൾ അമേരിക്കൻ വിസയ്ക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ എൻട്രി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് 10 വർഷം കാലാവധി. പിന്നെ
ഈ വിസ പതിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ പാസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്. ഈ വിസ ഉണ്ടെങ്കിൽ വിസ ഫ്രീ എൻട്രി കിട്ടും പല കൺട്രീസിലും വിസ ഓൺ അറൈവൽ കിട്ടും, പല കൺട്രീസിലും ട്രാൻസിറ്റ് വിസ കിട്ടും. അത് 50ഓളം രാഷ്ട്രങ്ങളുണ്ട്. ഇത് സമയാസമയത്ത് മാറിക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും ഇപ്പോൾ ഇതുണ്ട്. എടുത്തു പറയേണ്ടത് ഈ വിസ ഫ്രീ കൺട്രീസിലെ കുറേ നല്ല കൺട്രീസ് ഉണ്ട്. ലാറ്റിൻ അമേരിക്ക, സെൻട്രൽ അമേരിക്കയിലൊക്കെ ഉള്ള ഇതുണ്ട്. നമുക്ക് ചിലിയോ പെറുവിലൊക്കെ പോകണമെങ്കിലോ ഏഷ്യൻ കൺട്രീസിൽ പലയിടത്തും വിസ ഫ്രീ എൻട്രി ഉണ്ട്. പഴയ USSR കൺട്രീസിൽ താഷ്കന്റ് പോലെയുള്ള പഴയ USSR കൺട്രീസിലും അമേരിക്കൻ വിസ ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് പോകാം. അപ്പോൾ വിസ ഫ്രീ എൻട്രി കിട്ടും, വിസ ഓൺ അറൈവൽ എൻട്രി കിട്ടും, ട്രാൻസിറ്റ് വിസ എൻട്രിയും കിട്ടും. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിസ ഓൺ അറൈവൽ UAE വിസയൊക്കെ 14 ദിവസത്തേക്ക് ടൂറിസം വിസ ഓൺ അറൈവലായിട്ട് നമുക്ക് ദുബായ് അടിച്ചു തരുന്നു. അതുപോലെ സിംഗപ്പൂരും മലേഷ്യയും ഇൻക്ലൂഡിങ് UK പോലും ഒരു ദിവസത്തേക്ക് അവരൊരു ട്രാൻസിറ്റ് പെർമിറ്റ് ചെയ്യുന്നുണ്ട് അമേരിക്കൻ വിസ ഉള്ളവർക്ക്. പിന്നെ ഓഫ് കോഴ്സ് ചില കണ്ടീഷൻസ് ഉണ്ട്, യാത്ര ഉണ്ടായിരിക്കണം, കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം, അങ്ങനത്തെ. അത് എല്ലാ ട്രാൻസിറ്റ് വിസകൾക്കും അങ്ങനത്തെ റൂൾസ് ഉണ്ട്. എന്നിരുന്നാലും കുറെ അഡ്വാൻറ്റേജസ് നമുക്കിതിലുണ്ട്. US വിസ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് കിട്ടുന്ന ഈ 3 തരത്തിലുള്ള ബെനിഫിറ്റ്സ് അത് നമ്മൾക്ക് തരുന്നത് സാമ്പത്തികമായിട്ടുള്ളൊരു ലാഭം കൂടെയാണ്. ഇപ്പോൾ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിന്ന് കാണണമെങ്കിൽ 4 ദിവസം പോയി ഒരു ടൂറിസ്റ്റായിട്ട് കാണണമെങ്കിൽ, അല്ലെങ്കിൽ UAE ഒന്ന് കറങ്ങണമെങ്കിൽ അവിടുത്തെ വിസ പ്രൊസീജിയേഴ്സ് മൊത്തം നടത്തണം. ഇനി ഹൗ ടു അപ്ലൈ ഫോർ US വിസ, എങ്ങനെയാണ് US ഗവൺമെന്റിന്റെ B1 B2 വിസയ്ക്ക് ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ അപ്ലൈ ചെയ്യേണ്ടത്? US ഗവൺമെന്റിന് ഇന്ത്യയിൽ 5 ഓഫീസുകളുണ്ട്. ന്യൂഡൽഹിയിലെ എംബസിയും ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ, കൊൽക്കത്ത എന്നീ 4 കോൺസുലേറ്റുകൾ. ഇതിലെവിടെ വേണമെങ്കിലും നമ്മൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഫോം DS 160 ഫില്ല് ചെയ്യുമ്പോൾ ഇതിലേതാണോ നമ്മുടെ വീട്ടിനടുത്തുള്ള അത് നമുക്ക് ചൂസ് ചെയ്യാം. അത് ആപ്ലിക്കേഷൻ അവിടെ സബ്മിറ്റ് ചെയ്യാൻ ചൂസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യണമെന്നില്ല. നമ്മൾക്ക് ബയോമെട്രിക്കോ ഇന്റർവ്യൂയോ എവിടെ വേണമെങ്കിലും എവിടെയാണോ വേഗത്തിൽ കിട്ടുന്നത് അവിടെ പോകാം. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. B1 B2 വിസ ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ നിന്ന് ചെയ്യുമ്പോൾ അതിന് പ്രധാനമായിട്ടും 5 സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന്, ഫോം DS 160 ഓൺലൈനായിട്ട് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. 2, വിസ ഫീസ് അടയ്ക്കുക. 3, ഷെഡ്യൂളിംഗ് ഓഫ് ബയോമെട്രിക് ആൻഡ് ഇന്റർവ്യൂ അപ്പോയിൻമെന്റ്. ബയോമെട്രിക്കിനും ഇന്റർവ്യൂവിനും ഉള്ള ടൈം കണ്ടെത്തിയിട്ട് അത് ഫിക്സ് ചെയ്യുക. 4, ബയോമെട്രിക് അപ്പോയിൻമെന്റ്. ബയോമെട്രിക് എവിടെയാണ് കിട്ടുന്നത് അവിടെ പോവുക. 5, കോൺസുലർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു 5 സ്റ്റെപ്സ് ഉണ്ട് ഒരു US വിസ B1 B2 ഇന്ത്യയിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. ഇത് കഴിഞ്ഞാണ്, ഇത്രയും സ്റ്റെപ്സ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഇത് കഴിഞ്ഞാണ് കിട്ടുമോ കിട്ടില്ല എന്ന് നമുക്കറിയാം. ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അവർ പാസ്പോർട്ട് തിരിച്ചു തരും. കിട്ടുകയാണെങ്കിൽ പാസ്പോർട്ട് മേടിച്ചു വെച്ചിട്ട് പറയും യു വിൽ ഗെറ്റ് യുവർ പാസ്പോർട്ട് വിത്തിൻ 1 വീക്ക് എന്ന് പറയും. നമുക്കത് ബ്ലൂ ഡാർട്ട് കൊറിയറിൽ വരും. അപ്പൊ ഈ 5 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക്, ഒരു ടെക് സാവി ആയിട്ടുള്ള ഒരാൾക്ക് US-ന്റെ സൈറ്റിൽ കയറിയിട്ട് നേരിട്ട് അപ്ലൈ ചെയ്യാം. DS 160 എന്ന് പറയുന്ന ഫോമാണ്. ഒരു 54 ചോദ്യങ്ങളുള്ള ഒരു ഫോമാണ്. അത് വേണമെങ്കിൽ നേരിട്ട് ചെയ്യാം. അതല്ല, കുറച്ചുകൂടെ ഇത് നമ്മൾ എന്നും ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് തപ്പലും ബുദ്ധിമുട്ടൊക്കെ വരും. അതുകൊണ്ട് ഇത് വേണമെങ്കിൽ ഒരു വിസ കൺസൾട്ടന്റിനെ ഏൽപ്പിക്കാം. അവരൊരു ഫീസ് ചാർജ് ചെയ്യും, ഡോക്യുമെന്റേഷൻ അവർ നടത്തി തരും. അപ്പൊ 2ാമത്തെ ഓപ്ഷൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 3ാമത്തെ എന്ന് പറയുന്നത് ഏതെങ്കിലും ടൂർ ഓപ്പറേറ്റർ എടുത്ത് ടൂർ പോകാൻ വില്ലിംഗ് ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവർ വിസയും എടുത്തു തരും, നമ്മൾ ടൂർ പോയാൽ മതി. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ വിസയുടെ എക്സ്പെൻസ് ഒക്കെ അവർ ആ ടൂറിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സ്വന്തമായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, നമ്മൾ തന്നെ ചെയ്യുക. അവിടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്,
US-ന്റെ ഈ സൈറ്റ് എന്ന് പറയുന്നത് ലോകത്ത് 200 രാഷ്ട്രങ്ങളിൽ ഒരേ സമയത്ത് പോകുന്ന സൈറ്റാണ്. അതുകൊണ്ട് തന്നെ അതെപ്പോഴും ബിസി ആയിരിക്കും. നമ്മൾക്ക് പലപ്പോഴും നോൺ റെസ്പോൺസീവായിട്ട് ചിലപ്പോൾ സൈറ്റ് വന്നു എന്ന് വരാം. മറ്റൊന്ന്, ഈ 54 ചോദ്യങ്ങൾ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും സൈറ്റ് പലപ്പോഴും ടൈം ഔട്ടാവും. ടൈം ഔട്ടായാൽ പിന്നെ വീണ്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും. കൊടുക്കുന്ന ഡാറ്റ വളരെ കൃത്യമായില്ലെങ്കിൽ, കാരണം ഇതാണ് നമ്മൾ കൊടുക്കുന്നത്, DS-160 ആണ് ഇതിൻ്റെ ആധാരം നമ്മൾ ചെയ്യുന്നതിൻ്റെ. ഇതിലെല്ലാം ക്ലിയർ ആവണം. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതും ഭാവിയിൽ പ്രശ്നങ്ങൾ വരും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത്രയും പ്രൊഫഷണൽ അല്ലാത്ത ഒരാൾ സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്നതിനേക്കാൾ നല്ലത് മറ്റെന്തെങ്കിലും രീതികൾ നോക്കുന്നതായിരിക്കും. എന്തായാലും ഈ DS-160 എന്ന് പറയുന്നതിൻ്റെ ഓൺലൈൻ സബ്മിഷനാണ് വിസ ആപ്ലിക്കേഷൻ്റെ ആദ്യത്തെ പ്രോസസ്സ്. DS-160-ലെ 4 മേജർ ഹെഡ്സ് ആണ് ചോദിക്കുന്നത്. 1 പേഴ്സണൽ ഡീറ്റെയിൽസ്, 2 ഫാമിലി ഡീറ്റെയിൽസ്, 3 വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്, 4 സെക്യൂരിറ്റി ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. ഈ 4 കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് ആണ് DS-160-ൽ നോക്കുന്നത്. ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും നമുക്ക് എഡിറ്റിംഗ് ഒന്നും നടക്കില്ല. ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത്യാവശ്യമായി ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. അത് പ്രധാനപ്പെട്ടത് വിസ അപ്പോയിൻമെൻറ്റ് തന്നെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം.